വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്കുണ്ടാക്കുന്ന ടൗൺഷിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. പ്രിയപ്പെട്ടവരെ, കൊച്ചുവാണ്. മുൻപ് പോസ്റ്റ് ചെയ്ത 2 വീഡിയോകൾക്കും മികച്ച പ്രതികരണമാണ് നിങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചത്. ടൗൺഷിപ്പിന്റെ മെയിൻ എൻട്രൻസ് കടന്നു വന്ന് വലതു ഭാഗത്തെയും ഇടതു ഭാഗത്തെയും വർക്ക് നടക്കുന്ന വീടുകളുടെ വിശേഷങ്ങൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ എൻട്രൻസ് കയറി വന്ന് കുറച്ചു ദൂരം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്കായി ഒരു റോഡ് കാണാം. ടൗൺഷിപ്പിന്റെ സെക്കൻഡ് ലൈൻ എന്ന് നമുക്ക് വിളിക്കാം. ഈ സെക്കൻഡ് ലൈനിൽ നടക്കുന്ന വീട് പണിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ എൻട്രൻസ് കയറി വന്നുള്ള ഫസ്റ്റ് ലൈന് ചെറിയൊരു കയറ്റമാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ലൈന് ചെറിയൊരു ഇറക്കമാണ്. സെക്കൻഡ് ലൈനിലുള്ള വീടുകളൊക്കെ പടവ് കഴിഞ്ഞു നിൽക്കുന്ന വീടുകളാണ്. താഴെ ഭാഗത്ത് കുറച്ച് വീടുകളുടെ വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഓരോ വീടുകളുടെയും ചുറ്റുമതിലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്കൻഡ് ലൈനിലും വയനാടിന്റെ ആ ഒരു മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഈ പ്ലോട്ടും വീടിന്റെ നിർമ്മാണവും കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? സിമന്റ് കട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു വീട്? വയനാട് ജില്ലയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ ചുമതലപ്പെടുത്തിയ പ്രസിഡന്റ് കെ അഹമ്മദ് ഹാജിയും ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് സാഹിബും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന പോലെ തന്നെ ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നുണ്ട്. അർഹമായ പ്രതിഫലം നാഥൻ അവർക്ക് നൽകട്ടെ, അമീൻ. ഈ ഒരു ഉയരത്തിൽ നിന്ന് നോക്കിയാൽ തൃക്കൈപ്പറ്റ മെയിൻ റോഡ് നമുക്ക് കാണാൻ കഴിയും. സെക്കൻഡ് ലൈനിലുള്ള ഒരു വീടിന്റെ വാർപ്പ് പുരോഗമിക്കുന്നതാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഇത്രയും വീടുകളിലേക്ക് ജലം വിതരണം ചെയ്യാനുള്ള സംഭരണി ഇവിടെയാണ് നിർമ്മിക്കുന്നത്. മറ്റു വീടുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തപ്തി ആർക്കിടെക്ട്സ്, നിർമാൺ കൺസ്ട്രക്ഷൻസ്, മലബാർ ടെക് കൺസ്ട്രക്ഷൻസ്, ഈ മൂവർ സംഘമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ടൗൺഷിപ്പിന്റെ വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല ഇന്റർലോക്ക് മുറ്റത്തോട് കൂടിയ സൂപ്പർ വീടുകളും നല്ല റോഡുകളും ആവുമ്പോഴേക്കും ഈ ഒരു ടൗൺഷിപ്പിന്റെ മനോഹാരിത എത്രത്തോളമായിരിക്കും അല്ലേ പ്രിയപ്പെട്ടവരെ? ടൗൺഷിപ്പിന്റെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം.